Baston, I lost my son. Now I am losing my wife. ജീവിക്കുമ്പോൾ അതിനെല്ലാം കാരണക്കാരായവർ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇങ്ങനെ നടക്കുന്നത് ഉൾക്കൊള്ളാനാവുന്നില്ല. അവര് ശിക്ഷിക്കപ്പെടണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥനെന്ന നിലയിലും ഗീതയുടെ അടുത്ത സുഹൃത്തെന്ന നിലയിലും ആ ആഗ്രഹം എനിക്കുമുണ്ട്. പക്ഷെ അതിന് സഹദേവനും നിങ്ങളെക്കാൾ കൂടുതൽ സഹദേവനെ എനിക്കറിയാം. ഹീസ് മൈ റെസ്പോൺസിബിലിറ്റി. അവന് വേണ്ടത് പ്രൊജക്ടയുടെ പിന്നാലെ ഉണ്ട്. ആൻഡ് ഹി ഹാസ് മേഡ് സം ബ്രേക്ക് ത്രൂ. സാറ് അവന് പറയാനുള്ളത് എന്താണ്? നിന്നോട് ആരുടെ ഇരിക്കാൻ പറഞ്ഞ? ജോർജ് കുട്ടിക്ക് അസ്തുകൂടെ എടുത്തു കൊടുത്താണ് ഞാൻ കണ്ടുപിടിച്ചു. അവനത് കൺഫ്യൂസ് ചെയ്തു. ആരോന്നും അവൻ പറഞ്ഞു. പിന്നെ വരുണിന്റെ അസ്ഥികൾ ജോർജ് കുട്ടി എങ്ങോട്ടാണ് മാറ്റിയെന്നുള്ള ഏകദേശ രൂപ. സഹദേവ, നീ സാറിനോട് കാര്യം പറ. പൊന്തമ്പുഴ റിസർവ്. പക്ഷെ അത് പത്രോടെ അറിവോടെയാണെന്ന് ഞാൻ കരുതുന്നില്ല. നിനക്കങ്ങനെ തോന്നാൻ കാരണം? ഫോറസ്റ്റിന്റെ ബൗണ്ടറിയിൽ ഈ പത്രോടെ വീടിരിക്കുന്ന 20 സെന്റ് സ്ഥലം അത് വാങ്ങിയിരിക്കുന്നത് പത്രോ ഒരു അസ്ഥികൂടം എടുത്ത് ജോർജ് കുട്ടിക്ക് കൊടുത്തതിന് ശേഷം അധികം താമസിയാതെ ജോർജ് കുട്ടി ഈ പത്രോടെ ഇളയ മകള് നേഴ്സിംഗ് പഠിച്ചത് അവന്റെ ചെലവില്ല, ജോർജ് കുട്ടിയുടെ. അവൾക്ക് വേണ്ടി കഴിഞ്ഞ വീടിന്റെ ബാക്കി പണി കൂടെ പൂർത്തിയാക്കിയിട്ട് ഇവരെ അങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചു. എല്ലാത്തിനും എനിക്ക് ഉറപ്പുണ്ട് സാറേ, ഇതിനെല്ലാത്തിനും തെളിവുണ്ടാക്കാൻ പറ്റും. പ്രഭാകർ, ഇതിനുശേഷം അതിന് പിന്നാലെ പോകാതിരിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണങ്ങളുണ്ട്. എന്ത് കാരണങ്ങൾ? ഈ വെരി കോമൺ സെൻസിക്കൽ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരാൾ കോട്ടയം ഫോറൻസിക് ഓഫീസിൽ നിന്ന് സ്കെലറ്റനുമായി പോകും. സാറ് പറഞ്ഞത് ശരിയാ. പക്ഷെ പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ 20 സെന്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കുഴിച്ചിട്ടുണ്ട്. നീ പറ. അതുകൊണ്ട് അയാൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അന്ന് അവിടെ ആ പോലീസ് സ്റ്റേഷന്റെ പണി നടക്കുന്നില്ലായിരുന്നെങ്കിൽ അയാൾ എന്ത് ചെയ്തേനെ? പിന്നെ പ്ലാനിങ്. വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ ഇത്രയും കാലം രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു ആനുകൂല്യം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, വരുണിന്റെ റിമൈൻസുമായി ജോർജ് കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്താൽ കരുതുന്നില്ല. സാറേ, അതാ വീടിനടിയിലുണ്ട് സാറേ, എനിക്ക് ഉറപ്പാ. I'm not supposed to say this, but I think I should now. നിങ്ങൾ അറിയാത്തതുമായ ഒരു കാര്യമുണ്ട്. അത് ഞാൻ പറയാം. വരുണിന്റെ റിമൈൻസ് പോലീസ് സ്റ്റേഷനിൽ ചെയ്യാറുണ്ട്. ഇയാൾക്ക് ഏകദേശം 4 ഏക്കറോളം റബ്ബർ തോട്ടമാണുള്ളത്. ഈ 35 ലിറ്റർ ആസിഡ് വാങ്ങിച്ചതിന് ശേഷമുള്ള ഓരോ മാസവും ജോർജ് 5 ലിറ്റർ വാങ്ങിയിട്ടുണ്ടാവുക. സാർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. എല്ലാ കേസിലും ദൈവത്തിന്റെ അദൃശ്യമായ കൈകൾ ഉണ്ടാവും പറയാറില്ലേ? പരമായി ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ബോഡി കിട്ടണമെന്നുണ്ടോ? ഇവിടെ സാഹചര്യ തെളിവുകളുടെ സഹായത്തിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ്. ഞങ്ങൾക്ക് സർവേ വേണ്ടേ ബാസ്റ്റൻ? രാജ്യം വിട്ടാൽ ഞങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവും. അടുത്ത ഞായറാഴ്ചയാണ് മനസ്സമ്മതം. ബിസി ആൻഡ് ഡിസ്ട്രാക്റ്റഡ്. Baston, I will take the responsibility of my actions. And if we... On one condition. എൻ്റെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. कहीं जा रहे हैं? अच्छा, उस लड़की दरमियान लड़के उसकी बेटी पूछताछ कर रही पुलिस. പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അഞ്ജുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം. കല്യാണം ഞങ്ങൾ പ്ലാൻ ചെയ്തോളാം. അതെ, മനസ്സമ്മതം പോലെ അവരത് കല്യാണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കാര്യമില്ല. ആ സ്കെലിറ്റിന്റെ DNA പത്രോ പറഞ്ഞ ആ പയ്യന്റെ അച്ഛന്റെയും അമ്മയുടെയും DNA ആയിട്ട് മാച്ച് ചെയ്യണം. मुसीबत बढ़ने वाली है. അനു, എന്നാ നിന്റെ തുണികൾ മടക്കി വെക്കുമെന്ന് ഓർത്തിട്ട് ഇവിടെ വെക്കുന്നത്? മര്യാദയ്ക്ക് മടക്കടി. ആ, പോരാ, എറണാകുളം വേണം.
ആ സ്വർണം കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് എടുക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടല്ലോ. ആര് തീരുമാനിച്ചു? അച്ഛന്റെ മൂത്ത മോള്. എത്ര വർഷമായി സംഭവം നടന്നിട്ട്? 6 വർഷം മുമ്പായിരുന്നു സാർ. എന്തായിരുന്നു മരണകാരണം? DNA ടെസ്റ്റിന്? किसी और का ही कर रहे हैं क्या वो? അങ്ങനെ ഡോക്യുമെന്റ്സിൽ പ്രസൻസ് കൊണ്ടുവരാൻ മാത്രം മണ്ടനാണോ അയാൾ? यहाँ कुछ छुपा रखा उसने. കച്ചവടത്തിന്റെ എല്ലാം പുറകെ ജോർജ് കുട്ടിയാണെന്നുള്ളത് എന്റെ വിശ്വസനീയമായ മൊഴികളാണ്. നടന്ന സ്ഥലം, വീടിന്റെ ആധാരം എഴുതിയ ആള്, അതുപോലെ വീടിന്റെ ആർക്കിടെക്ട്, വീട്. കല്യാണം കഴിഞ്ഞാൽ ചെറുക്കനും പെണ്ണും ഇങ്ങോട്ടാ വരുന്നതെന്ന് അവരോട് പറഞ്ഞിട്ടില്ലേ? അമ്മ ഇവിടുന്ന് പുതിയ കാറിൽ ജസ്റ്റ് മാരിഡ് ബോർഡൊക്കെ വെച്ച് ഇവർ രണ്ടുപേരും മിസ്റ്റി മൗണ്ടൻ റിസോർട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞൊരു വീട്ടിലേക്ക് കുരിശ് വരച്ച് കയറണം. അതാണ് രീതി. എന്ത് രീതി? ഇതൊക്കെ പഴയ തോട്ട്സാ. കഴിഞ്ഞ ചടങ്ങ് നടത്തിയ പോരെ? ആ ഇപ്പൊ പലരും കല്യാണം കഴിഞ്ഞ് അബ്രോഡിലേക്കൊക്കെയാ പോകുന്നത്. അമ്മയല്ലേ പറയാറ്? അമ്മ ഞാൻ കല്യാണം വിട്ടുതരാൻ സമ്മതിച്ചല്ലേ, എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നേ? കണ്ടോ? എന്താന്ന് വെച്ചാ അവര് തീരുമാനിക്കട്ടെ, നീ ഇതിൽ ഇടപെടണ്ട. गुस्सा आ गया उसे. സാരമില്ല, കഴിക്ക്. സാർ അവരുടെ പ്ലാൻ എന്താണ്? വിലീസ് ഇതിന്റെ പിറകിലുണ്ടെന്ന് ഉറപ്പിക്കാം. ओ ये पता चल गया उसे. സാറിന് എന്ത് തോന്നുന്നു? സാധ്യത പ്രശ്നമായാൽ സഹദേവനെ തലക്കി വെച്ചിട്ട് പോലീസ് ഒഴിയും. ഞാൻ അന്വേഷിച്ചു. പോലീസിന് പുതിയ തെളിവൊന്നുമല്ലേ അതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. അതൊന്നും എനിക്കറിയില്ല. അഞ്ജുവിന്റെ കല്യാണം അതൊന്നും എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആവുമല്ലോ. ജോർജ് കുട്ടി പോയി കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. മൊഴികളും ജോർജ് കുട്ടിയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ പയ്യന്റെ DNA മാച്ച്. अबे അത് ഈ സാക്ഷിമൊഴികൾ ഇതേപടി കോടതിയിലെത്തണം. 2 വരുണിന്റെ റിമൈൻഡർ. നിങ്ങളല്ലേ ഇപ്പൊ നമ്മുടെ പ്രയോറിറ്റി എങ്ങനെയെങ്കിലും ഈ കല്യാണം തടയണം. ചെയ്തിട്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻ അയാളുടെ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് എത്തിയിട്ടുണ്ട്. ओ കേസ് റീഓപ്പൺ ചെയ്തോന്നറിയാം. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെങ്കിൽ പഴയ കേസ് റീഓപ്പൺ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അവർ വീണ്ടും ആന്റിസിപ്പേറ്ററി ബെയിൽ ഒരു വഴിയേ ഉള്ളൂ. ഈ കല്യാണം 25 കേസ് റീഓപ്പൺ ചെയ്തു. അന്ന് തന്നെ പോയി അവരെ കസ്റ്റഡിയിലെടുക്കും. പിറ്റേ ദിവസം ഞായറാഴ്ച അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്ട്രക്ഷൻ എത്തി തിരിച്ചു കോടതിയിലെത്താൻ മിനിമം ഒരാഴ്ചയെങ്കിലും വേണ്ടി വരും. ജോർജ് കുട്ടി, നിങ്ങൾ നിങ്ങളുടെ ഭാര്യ റാണി, മക്കൾ അഞ്ജു, അനു, ഇതിൽ ആ കേസ് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്റെ ഭാര്യയും കുട്ടികളും ഇവിടെ ഇല്ല. അവരവിടെ പോയി? ഹലോ സാർ, ഒരു പ്രശ്നമുണ്ട്. क्या दिखाया? 41 ആന്റിസിപ്പേറ്ററി ബെയിൽ ഡിസ്പോസ് ചെയ്തപ്പോൾ കോടതിയോട് റിക്വസ്റ്റ് ചെയ്ത് മേടിച്ചായിരിക്കാനാണ് വഴി. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു അതിനൊക്കെ കുറച്ച് സമയം എടുക്കും. എന്നാ പിന്നെ നോട്ടീസ് കൊടുത്തിട്ടങ്ങ് പോകാം സാറേ. അതൊന്നും ശരിയാവില്ല. എനിക്ക് മുകളിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. കോർട്ട് ഓർഡർ ഇല്ലാതെ എനിക്ക് എന്റെ കൂടെ നിൽക്കാൻ ഇനി പറ്റില്ല. മനസ്സിലായി? സൊല്യൂഷൻസ് ഇൻ അവർ ലീഗൽ സിസ്റ്റം മിസ്റ്റർ പ്രഭാകർ. Let me think. मिला क्यों उससे फिर? ഒരു കാര്യം ചെയ്യാം. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് റിയലി സോളിഡ് ഗെയിം. बे फंक्शन होने लगे क्यों? सगाएगा ना? पुलिस पे हाथ तो पीछे पड़ी. നിങ്ങളോട് സംസാരിച്ചിരിക്കണോ? ടൈമായി. टेंशन में. ഒരു സന്തോഷമില്ലാത്ത പോലെ. ഒന്നുമില്ല. അഞ്ചുമോള് പോകുന്നത് കൊണ്ടാണോ? നോട്ടീസ് ഓർഡറായി. പോലീസ് ധൃതി പിടിച്ച് ഇന്നലെ നോട്ട് സെർവ് ചെയ്തിട്ട് ഇന്ന് ഹാജരാവാൻ പറഞ്ഞിരിക്കുക. നോട്ടീസ് കിട്ടിയപ്പോൾ തന്നെ സർ. പക്ഷെ പിക്ക് ഇൻസ്ട്രക്ഷൻ ഇല്ലെങ്കിൽ കേൾക്കില്ലല്ലോ. പോലീസ് ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ എങ്ങനെയാണ് വരുൺ പ്രഭാകർ മർഡർ കേസിലെ ജോർജ് കുട്ടിയെ പെറ്റീഷന് അത് റീഓപ്പൺ ചെയ്യാണോ? അതെ സർ. വീണ്ടും പോലീസ് ഇന്ന് അയാളുടെ മകളുടെ വിവാഹം അത് മുടക്കാനുള്ള ശ്രമമാണ്. അല്ലെങ്കിൽ പിന്നെ ഇന്ന് തന്നെ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ട് നോട്ടീസ് കൊടുക്കും. പി സർ, ഇൻസ്ട്രക്ഷന് പോയി വരണ്ടേ? ഒരാഴ്ച കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. പി ഇന്ന് അയാളുടെ മകളുടെ കല്യാണം അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സർ? ഫോണിലൂടെ ഇന്ന് തന്നെ ഇൻസ്ട്രക്ഷൻ എടുക്കാമല്ലോ. അതെ, ഞാൻ ഏത് ഫോഴ്സ്ഫുൾ മെഷേഴ്സ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞേക്കണം. निकल जाते ना वहाँ से.
तब ठीक था അതുകൊണ്ട് മാത്രമാണ് ജോർജ് കുട്ടി കഴിഞ്ഞ 2 തവണ നിയമത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ഇപ്രാവശ്യം ബഹുമാനപ്പെട്ട കോടതി മുൻകാല സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ജോർജ് കുട്ടിക്ക് മുൻകൂർ ജാമ്യം കൊടുത്താൽ ഹി വിൽ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ഉണ്ടെങ്കിലേ പോലീസിന് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റൂ. ഹെൻസ് ഐ വെഹമെന്റ് കഴിഞ്ഞ 2 തവണയും പോലീസിന് സംഭവിച്ച നാണക്കേടിന്റെയും പരാജയത്തിന്റെയും പ്രതികാരമാണ് ബഹുമാന വീഴ്ചയും കൂടാതെ സഹകരിച്ച ജോർജ് കുട്ടിയെ മകളുടെ വിവാഹം നടക്കുന്ന ഇന്നത്തെ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തേ തീരുള്ളൂ എന്നാണ് കാത്തിരിക്കുന്നത്. सही बोल रहे हो. अच्छा अभी शादी हुई नहीं. लॉर्डशिप